കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ നിർണായക കണ്ടെത്തലാണ് SITയുടേതായി വരുന്നത്. തന്ത്രിയും കേസിലെ ഒന്നാം പ്രതിയുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകൾ SITക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇരുവരുടെയും ഇടപാടുകൾക്ക് കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിനായി പരിശോധനയും നടത്തുന്നു. 2025 അതായത് ഏറ്റവും അവസാനം പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ നടപടിയിലും തന്ത്രിയുടെ ഇടപെടലുണ്ടോ എന്നതിൽ അന്വേഷണം നടത്താനും നീക്കമുണ്ട്. ശരത് SS-ഉം ഒപ്പം ഹരിമോഹനുമാണ് ചേരുന്നത്. നമുക്കാദ്യം ഹരിമോഹനിലേക്ക് പോകാം. ഹരി, ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ഇതിൽ സാമ്പത്തിക ഇടപാടുകളിൽ ബന്ധമുണ്ടോ എന്നത് തന്നെയാണ്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി എത്തണം. അതിനു മുൻപ് ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. ശരത്ത്, നിർണായക കണ്ടെത്തലുകളാണ് SITയുടേതായി വരുന്നത്. ചില രേഖകൾ ലഭിച്ചിട്ടുണ്ട് SITക്ക് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ രേഖകൾ കണ്ടെത്തുന്നതിന് തന്നെയായിരിക്കും വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നത്, അല്ലേ? വിനീത, ഏറെ നിർണായകമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം പറയാൻ. ഈ കേസിൽ നേരത്തെ തന്നെ കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും തന്ത്രിയുടെ വീട്ടിലെത്തിയുള്ള പരിശോധനയ്ക്ക് ഇതുവരെ അന്വേഷണ സംഘം കടന്നിരുന്നില്ല. ഇന്നത് ആദ്യമായിട്ടാണ് ഈ കേസിൽ അറസ്റ്റിന് പിന്നാലെ തന്ത്രിയുടെ ചെങ്ങന്നൂരെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. നിലവിൽ ഇപ്പോൾ SIT സംഘം പരിശോധന തുടരുകയാണ്. 2:50 കൂടിയാണ് അന്വേഷണ സംഘം ഈ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് എത്തിയത്. നിലവിൽ ഇപ്പോൾ 1 മണിക്കൂറിലധികമായി പരിശോധന തുടരുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ മണിക്കൂറുകളായി പരിശോധന നീളാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പ്രധാനമായും അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത് കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുക എന്നത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് തന്ത്രിയുടെ മൊഴിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലും മറ്റു പ്രതികളിൽ നിന്നൊക്കെ ലഭിച്ച മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ ഇതിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ പരിശോധനയ്ക്കായി ചെങ്ങന്നൂരിലുള്ള താഴ്മൺ മഠത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കണ്ഠരര് രാജീവരുടെ വീട്ടിലിപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും മരുമകളുമാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയം മുമ്പ് മരുമകൾ ഈ വീടിനകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും ഈ പോലീസിന്റെ പരിശോധന നടപടിയുടെ ഭാഗമായി ഇവിടെ തടഞ്ഞിരുന്നു. പിന്നീട് അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് മരുമകൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവരിൽ നിന്നടക്കം വിവരങ്ങൾ തേടുകയാണ് പ്രധാനമായും അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച മൊഴിയുടെയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് തന്ത്രി ഇതിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഉദ്യോഗസ്ഥരെയും ഒപ്പം ദേവസ്വം ബോർഡിനെയും കൂടുതൽ കൂടെപ്പെടുത്തി അവരുടെ കൂടി സഹായത്തിൽ തട്ടിപ്പ് നടത്തിയത് തന്ത്രി കണ്ഠരര് രാജീവർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ അതിനെ സാധൂകരിക്കത്തക്ക തെളിവുകൾ ഹരിമോഹൻ, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ചില രേഖകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വീട്ടിലുൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. ഏത് രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ ഹരി? മാത്രമല്ല ഇതിലിപ്പോൾ പോറ്റിയുടെ പല ഇടപാടുകളിലും കണ്ണടച്ച് മൗനാനുവാദം നൽകി അത് തന്ത്രി തന്നെയാണ് എന്നുള്ള വിലയിരുത്തലുകൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ അറസ്റ്റിലേക്കും കടന്നത്. ഏറ്റവും അവസാനം 2025 അതായത് കഴിഞ്ഞ വർഷം ഈ പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ അതിലും തന്ത്രിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലും ഇടപെടലുണ്ടോ എന്നത് ന്യായമായും സംശയിക്കേണ്ടത് തന്നെയാണല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാമ്പത്തിക ഇടപാട് തന്നെയാണ്. അതിൽ സാമ്പത്തിക ഇടപാട് എന്നുള്ള കാര്യം ആദ്യം, അതായത് ഇന്നലെയൊക്കെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചിരുന്നു. സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളത് മാത്രമായിരുന്നു SIT പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ കൂടുതൽ അന്വേഷണം SIT ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുറ്റകരമായ മൗനാനുവാദം മാത്രമല്ല തന്ത്രി കണ്ഠരര് രാജീവരുടെ ഭാഗത്തു നിന്ന് ഈ പാളികൾ കൊടുത്തുവിടുന്നതിലുണ്ടായത്. ആ സ്വർണ്ണ കവർച്ചയ്ക്ക് ശേഷം ഒരു സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ SIT എത്തിച്ചേർന്നിരിക്കുന്നത്. ചില ബാങ്ക് അക്കൗണ്ട് രേഖകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ SITക്ക് മനസ്സിലാകുന്നത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് ചില സാമ്പത്തിക ഇടപാടുകളുണ്ട്. അത് പക്ഷേ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടാണോ, അതിൽ നിന്നുണ്ടായ സാമ്പത്തിക നേട്ടമോ സാമ്പത്തിക ലാഭമാണോ അതിന്റെ മൂലധനം എന്നുള്ള കാര്യത്തിൽ SITക്ക് ഇപ്പോഴും തീർച്ചയില്ല. അതിൽ പക്ഷെ കുറച്ചുകൂടി പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിലെത്തിക്കൊണ്ടുള്ള ഒരു നിർണായകമായ പരിശോധന നടത്തുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന രേഖകളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വളരെ വിലപിടിപ്പുള്ള എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നുള്ളത് കൂടി SIT പരിശോധിക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഈ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകുന്നത്. 1998 മുതൽ 2025 വരെയുള്ള എല്ലാ ഇടപാടുകളും പരിശോധിക്കുമെന്ന് SIT പറഞ്ഞിരുന്നെങ്കിലും ഇതിനകത്ത് 2025 പാളി കൈമാറ്റം അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പാളികൾ കൊണ്ടുപോകുന്ന ആ തീരുമാനത്തിന് പിന്നിൽ തന്ത്രിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും SIT വരുത്തിയിട്ടില്ല. അതിൽ ചില പരിശോധനകൾ കൂടി നടക്കേണ്ടതുണ്ട്. അതായത് തന്ത്രി ആ സമയത്ത് ഈ പാളികൾ
പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് തന്ത്രി മറ്റൊരാളായിരുന്നെങ്കിലും അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന തന്ത്രി കണ്ഠരര് രാജീവർ തന്നെയാണ്. കൃത്യമായ സ്വാധീനം ദേവസ്വം ബോർഡ് ഭരണസമിതിയിലും ദേവസ്വം ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇടയിൽ ഈ തന്ത്രിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബാഹ്യ ഇടപെടൽ ഈ പാളികൾ കൊണ്ടുപോകുന്നതിൽ ഉണ്ടോ എന്നുള്ള ഒരു വ്യക്തമായ പരിശോധന കൂടി വേണം. ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തേണ്ടതിന്റെ ആവശ്യകത കൂടി SIT ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം തന്ത്രിയുമായി ഇവർക്കെല്ലാം തന്നെ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെയാണ് ആദ്യത്തെ ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിൽ കൂടി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ SIT ഒരുങ്ങുന്നത്.